ഹോർട്ടി റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള 14ാമത് കർഷക ശ്രേഷ്ഠ അവാർഡ് വിതരണവും സെമിനാറും ചേറ്റുകുഴിയിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം മണിയൻപിള്ള രാജു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചേറ്റുകുഴി വൈറ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാന പരിപാടി ജില്ലാ വിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ യൂണിറ്റി ഇല്ലാത്ത ഒരു മേഖലയിൽ ഒരു യൂണിറ്റി രൂപപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ട് ഏല മേഖലയിൽ നടത്തിയൊരു പരിശ്രമം നല്ല നിലയിൽ വിജയമുണ്ട്. ആയിരക്കണക്കിന് കർഷകർ ഇതിൻ്റെ ഭാഗമായി തന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായി. മികച്ച ഏലം കർഷകൻ, മികച്ച പച്ചക്കറി കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 6 പേർക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും മന്ത്രി സമ്മാനിച്ചു. സമ്മിശ്ര കർഷകൻ, യുവ കർഷകൻ, സാഹസിക കർഷകൻ, വനിതാ കർഷക, മികച്ച കൃഷി എന്നീ വിഭാഗങ്ങളിൽ ക്യാഷ് അവാർഡും ഉപഹാരവും സിനിമാ താരം മണിയൻപിള്ള രാജു സമ്മാനിച്ചു. എനിക്ക് സിനിമ നടനായിട്ട് തന്നെ ജനിക്കണം, അതുകൊണ്ട് സൗഭാഗ്യം കാണുന്നില്ല. ഇല്ലെങ്കിൽ നല്ല കർഷകനാണ്, നിറച്ച് കൃഷിയൊക്കെ എല്ലാ ദിവസവും ജോലി ചെയ്യാൻ കഴിയും. ഇതന്നെ കർഷക ശ്രേഷ്ഠ അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോർജ് മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ചു. വണ്ടൻമേട് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കുമാർ, സ്പീക്ക് ആൻഡ് ഗ്രീൻ ഫെർട്ടിലൈസേഴ്സ് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് മാനേജർ പി കെ രമേശ്, ഹോർട്ടി റിസർച്ച് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഗഫൂർ, ഹോർട്ടി റിസർച്ച് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബേബിച്ചൻ അക്കാട്ടുമുണ്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏലം കൃഷി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരമാർഗവും എന്ന വിഷയത്തിൽ പാമ്പടംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ എം മുരുകൻ സെമിനാർ നയിച്ചു. പൊതുപ്രവർത്തന രംഗത്തെ മികച്ച സംഭാവനകൾ മാനിച്ച് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിൻസൺ വർക്കി, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചാപ്പറമ്പിൽ, കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് ഏലം ഗവേഷകൻ പ്രൊഫസർ എം മുരുകൻ എന്നിവർക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. ഫാദർ മാത്യു വടക്കേമുറിയുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ചാരിറ്റി ഫണ്ട് വിതരണം ഹോർട്ടി റിസർച്ച് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഗഫൂർ, ഹോർട്ടി റിസർച്ച് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബേബിച്ചൻ അക്കാട്ടുമുണ്ടയിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് കോട്ടയം D4 ഡാൻസ് ഫാക്ടറി അവതരിപ്പിച്ച നൃത്ത പരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, അണക്കര.